ചെങ്ങായിമാരെ നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസ് ഉണ്ടല്ല വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തിനാ വന്നതെന്നറിയാം? മാപ്പും കൊണ്ട്, ഒരു ഒന്നൊന്നര മാപ്പും കൊണ്ട്. ഇന്ത്യയുടെ മാപ്പില്ല കേട്ടാ, നമ്മളെ സവർക്കറില്ലേ, സവർക്കറ മാപ്പും കൊണ്ട്. മാപ്പ് 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 എല്ലാ മുസ്ലിം സഹോദരങ്ങളും മാപ്പ്. പൂഞ്ഞാലിലെ ജോർജിന്റെ മാപ്പ്. പക്ഷെ ഈ മാപ്പുണ്ടല്ല ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളോടോ അല്ല കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളോടോ അല്ല, പൂഞ്ഞാലിലെ PC ജോർജിന്റെ മണ്ഡലമില്ലേ, ആ മണ്ഡലത്തിലുള്ള മുസ്ലിങ്ങളോട് മാത്രമാണ് ഈ മാപ്പ്. ഇലക്ഷൻ അല്ലേ പുള്ളേ, അപ്പൊ ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഉടായ്പ് കാണിക്കണം, ഉടായ്പ് കാണിക്കാൻ വേണ്ടി നമ്മളെ PC-നെ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരും ഉള്ളൂ. ഈ ഇലക്ഷൻ എന്ന പാലം കടക്കോളം PC കണ്ടില്ല മുസ്ലിങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. പാലം കാണുന്ന കഴിഞ്ഞാല് പിന്നീടുള്ള പിന്നെ PC ഇടില്ല, മുണ്ടങ്ങ് വെക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പൂഞ്ഞാലിലെ എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ഞാൻ പറയാണ്, PC ജോർജിന്റെ ഈ മാപ്പുണ്ടല്ല, ഈ കോപ്പിലെ മാപ്പ് എല്ലാ മുസ്ലിങ്ങളും ഏറ്റെടുത്തിട്ട് PC ജോർജിനെ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തണേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വെറും പരാജയമല്ലട്ടാ, കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത PC ജോർജ് പൂഞ്ഞാലിന്നുണ്ടല്ല കണ്ടം വഴി ഓടണം. എന്തായാലും നമുക്ക് പൂഞ്ഞാലിലെ കക്കൂസ് ഏത് ലെവലിലാണ്, എങ്ങനെയാണ് മാപ്പ് പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വന്നാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിച്ച PC ജോർജ്. അവർ പലതും പറഞ്ഞപ്പോൾ അരിശം തോന്നി, ഞാൻ പലതും പറഞ്ഞു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും PC ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പൂഞ്ഞാറിൽ മത്സരചിത്രം തെളിഞ്ഞു. എനിക്കിപ്പം BJP സ്ഥാനാർത്ഥി PC ജോർജ് വിളിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ എല്ലായിടത്തും ഫ്ലക്സും പോസ്റ്ററൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രതീക്ഷയോ? അതെന്നാ ചോദ്യം. 100% ജയിക്കും, അതിനകത്ത് ഒരു സംശയം വേണ്ട. പൂഞ്ഞാലിൽ ജനങ്ങൾ എന്നെ മറക്കുന്ന പ്രശ്നമില്ല. അത് ഞാൻ അവരുമായിട്ട് അത്ര ബന്ധമുള്ള അഭേദ്യമായ ബന്ധമുള്ള ജനവിഭാഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തിരുത്താനൊക്കെ നീങ്ങി ഞാൻ ഒരു തെറ്റും ചെയ്യുന്നതിനല്ലെന്നും ആ വിഭാഗവും അതിന് ഞാൻ നല്ല ബന്ധം ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരും പരിപൂർണ്ണ പിന്തുണ തന്നിരിക്കുകയാണ്. സംശയം തന്നെ കഴിഞ്ഞ തവണ വഞ്ചിച്ചെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് അതിനകത്ത് തെറ്റുപറ്റില്ല, അതാണ് ക്ഷമ പറയാറുണ്ട്. അതായത് അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അരിച്ചത് ഞാൻ ആണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റെൻ്റെ ഭാഗത്തുണ്ടായി, ഞാൻ അതിനവർ പരസ്യം ക്ഷമ പറയുക, അതല്ല അതിന് മര്യാദ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്കാർക്കും PC ജോർജ് പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? അതായത് പൂഞ്ഞാലിലെ മുസ്ലിങ്ങളുണ്ടല്ല PC ജോർജിനെ വഞ്ചിച്ചു പോലും. അതുകൊണ്ടാണ് PC ജോർജ് അവിടുത്തെ മുസ്ലിങ്ങളെ തെറി വിളിച്ചതെന്നാണ് PC ജോർജ് ഇപ്പൊ പറഞ്ഞത്. എല്ലാണ്ട് നമ്മളെ PC ജോർജ് ഉണ്ടല്ല മുസ്ലിങ്ങൾ ഒരിക്കലും ഒന്നും പറയില്ല. വഞ്ചിച്ചത് കൊണ്ട് മാത്രമാണ് PC ജോർജിന്റെ വായിന്നുണ്ടല്ല വൃത്തിയേട് വന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് പൂഞ്ഞാലിലെ മുസ്ലിങ്ങളോടാണ്. നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ PC ജോർജിനെ വഞ്ചിച്ചത്? എങ്ങനെയാണ് വഞ്ചിച്ചത്? എന്തായാലും പറഞ്ഞേ പറ്റൂ. സരിതപ്പെണ്ണെ, കുഞ്ഞിപ്പെണ്ണെ, മുത്തേ, കറളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ PC ജോർജ് സരിതേനെ വഞ്ചിച്ചില്ലേ? ആ സരിതേന PC ജോർജ് വഞ്ചിച്ചതുപോലെയാണോ പൂഞ്ഞാലിലെ മുസ്ലിങ്ങളെ നിങ്ങൾ PC ജോർജിനെ വഞ്ചിച്ചത്? പറയൂ പൂഞ്ഞാലിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അതുമാത്രമല്ല നമ്മളെ PC ജോർജ് പറഞ്ഞിട്ടില്ലേ, PC ജോർജിന്റെ മാപ്പുണ്ടല്ല, കോപ്പിലെ മാപ്പ് പൂഞ്ഞാലിലെ മുസ്ലിങ്ങൾ മൊത്തം ഏറ്റെടുത്തു പോലും. ഇനി അഡംബലം നോക്കാമല്ലോ PC ജോർജിന പൂഞ്ഞാലിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് PC ജോർജ് പറയുന്നത്. അതായത് നമ്മളെ PC ജോർജ് ഉണ്ടല്ല MLA കുപ്പായം തയ്പ്പിച്ചു വെച്ചു. ഇനി പൂഞ്ഞാലിലെ മുസ്ലിങ്ങളെല്ലാം കൂടിയിട്ടുണ്ടല്ല PC ജോർജിന് ആ MLA കുപ്പായല്ലേ അതിങ്ങനെ ഉടുപ്പിക്കേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ PC ജോർജ്, നിങ്ങൾ ഇത്രയും നല്ലവനായിരുന്നു, നിങ്ങൾ ഇത്രയും മഹാനായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒന്നുമേ അറിഞ്ഞില്ല. ഞാനൊരു കാര്യം പറട്ടെ, പൂഞ്ഞാലിലെ മുസ്ലിങ്ങൾ മൊത്തം ഇയാൾക്ക് മാപ്പ് കൊടുത്തെന്നും അവരൊക്കെ ഇയാൾക്ക് വോട്ട് ചെയ്തിട്ട് ഇയാളെ വിജയിപ്പിക്കുമെന്നും ഇയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ തലയിലുണ്ടല്ല കളിമണ്ണ് മാത്രല്ലട്ടാ, നല്ല ചീന ചാണകമില്ലേ അതും കൂടി ഉണ്ട് കേട്ടാ. ഇയാള് വിജയിക്കുമെന്ന് ഇയാളോട് ആരാടാ പറഞ്ഞു പറ്റിച്ചത്? ഇനി നമുക്ക് പൂഞ്ഞാലിലെ കക്കൂസിന്റെ അടുത്ത ഡയലോഗും കൂടി കേട്ടിട്ട് വന്നാലോ. പൂഞ്ഞാലിനുണ്ടല്ല ജോർജിന് എതിരാളികളില്ല പോലും, അതും കൂടി ഒന്ന് കേട്ടാലോ. പൊതുപ്രവർത്തനം ആരോടും പഴങ്ങേണ്ട കാര്യം തന്നെ. വളരെ സന്തോഷമായിട്ട് പോകാൻ കഴിയണം. ഏതായാലും ഈ നിയമനത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ തുടർ നടപടികൾ പലതും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലം നഷ്ടപ്പെട്ടു പൂഞ്ഞാറിന്. അത് 5 നഷ്ടപ്പെടുന്നതിന് ഒന്നും ചെയ്തില്ല. ഇവിടെ വേറെ വലിയ സങ്കടം എന്നാണെന്നറിയോ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടുവിട്ട് പോയി അവരെ തിരികെ കൊണ്ടുവരണം. എൻ്റെ വലിയ ആവശ്യം. UDF കണക്കാണ്. UDF സ്ഥാനാർത്ഥി പൂഞ്ഞാറുകാർ 5 പേര് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ആ 5 എണ്ണത്തിനെ കളഞ്ഞേച്ച് പാലക്കാരെ പിടിച്ച് നിർത്തിയിരിക്കുക. അതൊക്കെ പാലക്കാരെന്ന് മാത്രമല്ല, പുള്ളി ഒരു വർഷത്തെ ഒരു 8-9 മാസം അമേരിക്കയിലാണ്. ഇവിടെ ഇടയില്ലെന്ന്. പൂഞ്ഞാറല്ല, ഈ പ്ലാസ്റ്റിക്കാരനാണ് തലപ്പുറം പഞ്ചായത്ത് പാലാതിയുള്ള. അങ്ങനെ ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വർത്താൻ പറഞ്ഞിട്ട് കാര്യം, ഇവിടെ MLA നാട്ടിൽ വേണ്ടേ. പിന്നെ മറ്റൊരാളുള്ളത് അറിയാമല്ലോ, അടുത്ത വർഷം ഗുണമൊന്നുമില്ലാന്ന് ഞാനത്തിന് ബോധ്യമായി. അതുകൊണ്ട് നമ്മുടെ വിജയം അനായാസമാണ്. പിന്നെ മത്സരാരൊക്കെ തമ്മിൽ 3ാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാക്കുന്നുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തിന് ഭയങ്കര ഫൈറ്റ് നടക്കുന്നത്. എല്ലാവരും PC ജോർജ് പറഞ്ഞേ കേട്ടില്ല. 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരും CPM-ഉം കോൺഗ്രസും അവിടെ മത്സരം. PC ജോർജിന് എതിരാളികളില്ല. എന്റെ PC ജോർജ്, അവർ രണ്ടാളും 3ാം സ്ഥാനത്തിന് മത്സരിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുണ്ടല്ല നോട്ടൊക്കെ എന്തായാലും 4ാം സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഉറപ്പിച്ചോ PC ജോർജ്? അത് നിങ്ങൾ ഉറപ്പിച്ചോ? നിങ്ങൾക്ക് പൂഞ്ഞാലിലെ ജനങ്ങളുണ്ടല്ല എന്തായാലും 4ാം സ്ഥാനം തന്നിരിക്കും. നിങ്ങളുണ്ടല്ല 4ാം സ്ഥാനം അങ്ങ് എടുത്തിരിക്കും.
എടുത്തിരിക്കും പി സി ജോർജ്. പിന്നെ പി സി ജോർജ് നിങ്ങൾ പറഞ്ഞല്ല പൂഞ്ഞാറ് മണ്ഡലത്തിൽ വികസനം ഇല്ലാന്ന്. എന്റെ പി സി കഴിഞ്ഞ 5 വർഷം ഒഴികെ ബാക്കി 30 വർഷത്തിലധികം ആ പൂഞ്ഞാറ് മണ്ഡലത്തിലെ MLA ഉണ്ടല്ല, അത് നിങ്ങളായിരുന്നു. അതായത് 30 വർഷത്തിന് മുകളിൽ നിങ്ങൾ ആ മണ്ഡലത്തിലെ MLA ആയിട്ട് അവിടെ വികസനം ഇല്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ പിന്നെ എന്ത് മണ്ണാങ്കട്ടക്കാണ് അവിടെ MLA ആയത്? പിന്നെ എന്ത് പണ്ടാരത്തിനാണ് നിങ്ങൾ വീണ്ടും അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുണ്ടല്ല 30 വർഷം MLA ആയിട്ട് ഒരു കഴിവും ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2016 നിങ്ങൾ സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടി ഇല്ലാതെ സ്വതന്ത്രനായി നിന്നപ്പോണ്ടല്ല നിങ്ങൾ അവിടെ വിജയിപ്പിച്ചത് പൂഞ്ഞാലിലെ മുസ്ലിങ്ങളായിരുന്നു. നിങ്ങളുണ്ടല്ല വിജയിച്ചതിന് ശേഷം അവർക്ക് തിരിച്ചെന്താണ് കൊടുത്തത്? നിങ്ങൾ എന്താണ് ആ മുസ്ലിം സമുദായത്തിന് തിരിച്ചു കൊടുത്തതെന്ന് ഞാൻ പറട്ടെ. നിങ്ങൾ ആ മുസ്ലിം സമുദായത്തിനെ മൊത്തം ഉണ്ടല്ല തീവ്രവാദികൾ എന്ന് വിളിച്ചു. അതുമാത്രമല്ല ആ മുസ്ലിങ്ങളെ മൊത്തം ഉണ്ടല്ല ലവ് ജിഹാദ് നടത്തുന്നവരാണെന്നും നിങ്ങൾ പറഞ്ഞു പി സി ജോർജ്. അതാണ് ആ വൃത്തികെട്ട ആരോപണങ്ങളാണ് നിങ്ങൾ അവർക്കുണ്ടല്ല തിരിച്ചു കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ നാണോ മാനോ ഉളുപ്പില്ലാണ്ട് മാപ്പുമായിട്ട് വന്നിരിക്കുന്നു. കൂടെ കുറെ മാപ്പുമായിട്ട്. ഒരു ഭാഗത്ത് പൂഞ്ഞാല ജോർജ്, വേറൊരു ഭാഗത്ത് ഇയാളുടെ മകനുണ്ടല്ല ഷോൺ ജോർജ്. രണ്ടാളുണ്ടല്ല മത്സരിച്ച് മാപ്പ് പറയുന്നു. മുസ്ലിങ്ങളോട് മൊത്തം അങ്ങ് മാപ്പ് പറയുന്നു. നിങ്ങൾ നോക്കിക്കോ, 2 എണ്ണം ഉണ്ടല്ല 8 നിലയിൽ 8 16 നിലയിൽ പൊട്ടു. ഇനി നമുക്കുണ്ടല്ല പി സി ജോർജിന്റെ ലാസ്റ്റത്തെ മനോഹരമായ തള്ളും കൂടി കേൾക്കാം. ഒരു വീട്ടിൽ നിന്നുണ്ടല്ല 2 MLA മാർ ഉണ്ടാവുന്നതാണ് നമ്മൾ പി സി ജോർജ് തള്ളുന്നത്. അതും കൂടി ഒന്ന് കേട്ടാലോ? ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികളാണ്. ഷോൺ ഇവിടെ പാലായിൽ മത്സരിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്, അതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ പാലായി മത്സരിക്കും, നല്ല ഭൂരിപക്ഷം ജയിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. എൻ്റെ പഴയ പൂഞ്ഞാറിൻ്റെ 6 പഞ്ചായത്തുണ്ട് പാലായിൽ. ഇങ്ങനെ എല്ലാവിധ അനുകൂല സാഹചര്യമുണ്ട്. അവൻ പാലായി നിൽക്കാനാണ് ഞാനും നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഞാൻ നിൽക്കുന്നതിനാണ് തീരുമാനമെടുത്തത്. പക്ഷേ പാർട്ടിയുടെ ശക്തമായ നിർദ്ദേശം മാത്രമല്ല, സമ്മർദ്ദവും സമുദായ നേതാക്കന്മാർ ഉൾപ്പെടെ എന്നോട് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ല നിൽക്കില്ല. സെബാസ്റ്റ്യൻ കുളത്തിൽ അതിലൊരു വികാരമുണ്ട്, ഭയങ്കര വികാരം. ഇതുപോലെ ജനവിരുദ്ധനായിട്ട് എങ്ങനെ മാറാൻ പറ്റുമോ എനിക്ക് അത്ഭുതമാണ്. വീട്ടിൽ നിന്ന് 2 MLA ഉണ്ടാവും. സംശയം എന്താ? കേരള നിയമസഭ ചരിത്രത്തിൽ ആദ്യമായി അപ്പനും മകനും ഒരുമിച്ച് നിയമസഭ കാണും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പി സി ജോർജ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അച്ഛനും മകനുമില്ല കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടുന്ന അത്യപൂർവമായ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഒരു വീട്ടിലുണ്ടല്ല 2 തോറ്റ എംഎൽഎമാർ ഇരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം ഉണ്ടല്ല അപ്പനും മോനും അവിടെ ഇരുന്നിട്ടുണ്ടല്ല മുസ്ലിങ്ങളെ മൊത്തം തെറി വിളിക്കും. ആ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടാ പി സി ജോർജ് പറഞ്ഞത് നിലവിലെ MLA കണ്ടില്ല ഇത്രയും ജനവിരുദ്ധരാക്കാൻ എങ്ങനെ കഴിയുന്നതാണ് നമ്മൾ പി സി ജോർജ് അത്ഭുതത്തോടു കൂടി ചോദിച്ചത്. എന്റെ പി സി ജോർജ് ഒരു കാലത്തുണ്ടല്ല പൂഞ്ഞാറുകാരുടെ ഹൃദയമായിരുന്ന സ്നേഹമായിരുന്ന നിങ്ങൾക്കില്ല ഇപ്പൊ ഇത്രയും ജനവിരുദ്ധരാകാൻ വേണ്ടി എന്തിന് പൂഞ്ഞാറുകാരുടെ കക്കൂസിൽ പോലും സ്ഥാനമില്ലാത്തവരാകാൻ കഴിഞ്ഞത് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുക. അതിനുശേഷം നമുക്ക് നിലവിലെ MLA കുറ്റം പറഞ്ഞാൽ പോരെ? എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ടെണ്ണെന്നാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും സന്തോഷം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന വാർത്ത എന്താണെന്നറിയാം. പൂഞ്ഞാലിലെ 2 കക്കൂസ് ഉണ്ടല്ല 8 നിലയിൽ പൊട്ടണം. പൊട്ടിയ മാത്രം പോരാ, കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അപ്പനും മോനും തോക്കുന്ന ആ വാർത്ത കേൾക്കാനാണ് ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ല ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പനും മകനും 8 നിലയിൽ പൊട്ടി, കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ 8 നിലയിൽ പൊട്ടി. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.